നമ്മളൊരു ബഡ്ജറ്റ് കാർ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ സർവീസുകൾ കിട്ടും? റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടും, വാറണ്ടി കിട്ടും, കേടുവന്നാൽ എന്ത് സംഭവിക്കും, മാറ്റി കിട്ടും, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നമ്മളെ മനസ്സിലുണ്ടായിരിക്കും. അതിനൊക്കെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം. കൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്, നിങ്ങളൊരു ബഡ്ജറ്റ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നയാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്ഥാപനത്തെയുമാണ്. അതാണ് കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്ന സ്ഥാപനം. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇവിടെയുള്ള വാഹനങ്ങളെക്കുറിച്ചും ഇവർ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന യുണീക്കായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബാ. ഹായ്, വെൽക്കം ടു കാർ ആൻഡ് ബൈക്ക് ഷോറൂം. താങ്ക് യു സോ മച്ച്. ഇത് മിഥുൻ, ശരിക്കും കാർ ആൻഡ് ബൈക്ക് ഷോറൂമിൻ്റെ മാനേജറാണ്, സ്റ്റോർ ഹെഡ്. അതെ, സ്റ്റോർ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ബഡ്ജറ്റ് കാർ സെയിൽസ് സ്ഥാപനത്തെ പരിചയപ്പെടാൻ വന്നതാണ്. എന്താണ് ശരിക്കും കാർ ആൻഡ് ബൈക്ക് എന്നുള്ളത് പറഞ്ഞു തുടങ്ങും? കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്നത് മഹീന്ദ്ര ഡയറക്റ്റ് കേരളത്തിൽ 2 സ്റ്റോറുകളാണ് വന്നിരിക്കുന്നത്. അതിലൊരു സ്റ്റോറാണ് കാലിക്കറ്റിലുള്ള കാർ ആൻഡ് ബൈക്കിന്റെ ഷോറൂം. മഹീന്ദ്ര ഡയറക്റ്റ് ആയിട്ടുള്ള അവരിതിന്റെ എല്ലാ ബിസിനസ് കാര്യത്തിലും എല്ലാ ബിസിനസ് കാര്യത്തിലും. അപ്പോൾ മഹീന്ദ്ര ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഇതിനും ഉണ്ടാവും അർത്ഥം 100% ആണ്. കാരണം മഹീന്ദ്ര ഡയറക്റ്റ് നടത്തുന്ന സ്റ്റോർ ആയതിന്റെ പേരിൽ അതിന്റെ ലീഡ് ജനറേഷൻ മുതൽ അതിന്റെ ഡെലിവറി വരെയുള്ള ഏരിയകൾ അതിനുശേഷവും ഉണ്ട്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വരുന്ന ഫോളോ അപ്സ് കോളുകൾ, അതേപോലെ തന്നെ വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടത്തും മഹീന്ദ്ര ഫുൾ 100% കസ്റ്റമർ. ശരിക്കും കേരളത്തിൽ ഒരുപാട് പേഴ്സണൽ മൊബിലിറ്റി കൂടി തുടങ്ങി. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ടൊരു കാർ വാങ്ങണം എന്ന് ആഗ്രഹിച്ചു. പലരും വലിയ കാറുകൾ എടുക്കുന്നു, ലക്ഷറി പ്രീമിയം മോണ്ട് കാറുകൾ എടുക്കുന്നു, ഒരുപാട് ആൾക്കാർ ബഡ്ജറ്റ് കാറുകൾ എടുക്കുന്നു. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളും വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് കാറൊക്കെ സെയിൽ ചെയ്യുന്ന റേഞ്ചിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ. അതിൽ നിന്ന് കാർ ആൻഡ് ബൈക്കിന്റെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? കാർ ആൻഡ് ബൈക്കിനെ എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ അതിന്റെ 2 ഇയർ വാറണ്ടിയാണ്. എല്ലാ വണ്ടികൾക്കും നിങ്ങൾ വാറണ്ടി അപ് ടു 7 ഇയേഴ്സ് വരെയുള്ള വണ്ടികൾക്ക് നമ്മൾ 2 ഇയർ വാറണ്ടി സെല് ചെയ്യുന്നുണ്ട്. ആ 2 ഇയർ വാറണ്ടി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് കാർ ആൻഡ് ബൈക്കിനെ മറ്റ് ഷോറൂമുകളായിട്ട് വ്യത്യസ്തപ്പെടുത്തുന്നത്. ഓക്കെ, സോ വാറണ്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ വാറണ്ടി നമ്മൾ പറയുന്നത്? ഫസ്റ്റ് ഇയറിൽ കസ്റ്റമർക്ക് എഞ്ചിൻ, ട്രാൻസ്മിഷൻ, ഇലക്ട്രിക്കൽ കോമ്പണൻസ്, അതേപോലെ തന്നെ AC, അങ്ങനെയുള്ള ഏരിയകൾ, ഏത് മേജർ ആയിട്ടുള്ള ഏരിയകൾ, നമ്മൾ ന്യൂ കാറിൽ എന്തൊക്കെയാണോ മേജർ ആയിട്ടുള്ള പോർഷനുകൾ വാറണ്ടി ഉള്ളത്, അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ മഹീന്ദ്ര ചെയ്യുന്നു. സെക്കൻഡ് ഇയറിൽ വീണ്ടും എഞ്ചിനും ട്രാൻസ്മിഷനുമാണ് മേജർ ഏരിയയിലാണ് മഹീന്ദ്ര വാറണ്ടി. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാർ വാങ്ങി, അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പം ഇത് മാറ്റിയെടുക്കാനുള്ള സൗകര്യം എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ അടുത്തൊരു സ്കീം ഉള്ളത്, വാറണ്ടി ഉള്ള വണ്ടിക്ക് നമുക്ക് അപ് ടു 7 ഡേയ്സിന്റെ റിട്ടേൺ പോളിസി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7 ഡേയ്സിനുള്ളിൽ കസ്റ്റമർക്ക് റിട്ടേൺ ചെയ്യാനുള്ള പൈസ തിരിച്ചു പോളിസി ഉണ്ട്. അതെ, അടിപൊളി. ഓക്കെ, വേറൊരു കാര്യം കൂടി ചോദിച്ചാൽ, അപ്പോൾ നിങ്ങൾ ഈ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടി വർക്കൗട്ട് ആവുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പം ഞാനൊരു വാഹനം വന്ന് വാങ്ങി, ഇപ്പം കിഡ് വാങ്ങി എന്ന് വിചാരിക്കാം. ഈ വണ്ടി ആക്സിഡൻ്റലി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഇടപെടൽ? നമുക്ക് ആ ഒരു പ്രോഡക്റ്റാണ് റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക്. അത് നമുക്ക് വാറണ്ടിയോട് കൂടെ തന്നെ നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് റോഡ് സൈഡ് അസിസ്റ്റൻസ് 31st എന്ന് പറയുന്ന ഇത്. ആ വാറണ്ടിയോട് നമ്മൾ സെല്ല് ചെയ്യുന്ന സാധനത്തിന് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, വണ്ടി ഇപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ടയർ പഞ്ചറായി, ഇപ്പോൾ ഫാമിലി, ഇപ്പോൾ ലേഡീസും അങ്ങനെയുള്ളവരാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സർവീസുകൾ കസ്റ്റമർക്ക് ആ സ്ഥലത്ത് തന്നെ കിട്ടുകയാണ്. ഒരു മാക്സിമം 40 to 45 മിനിറ്റ്സിൻ്റെ ഡിലേ ആയിരിക്കാം ഈ റോഡ് സൈഡ് അസിസ്റ്റൻസിന് ചെയ്ത് കൊടുക്കാം. ഇതിന് എക്സ്ട്രാ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അതിന് നമ്മൾ അഡീഷണൽ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ സാറിന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആയതിൻ്റെ പേരിൽ അതിന് നമുക്ക് അഡീഷണൽ ചാർജസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ വാങ്ങിയതൊക്കെ ഫ്രീ ആണ്? ഫ്രീ 2 വർഷത്തേക്ക്? ഒരു വർഷത്തേക്ക്, ഫസ്റ്റ് ഇയറിൽ. ഇപ്പം ഈ വാറണ്ടിയുടെ കേസ് പറയുന്ന സമയത്ത്, ഇപ്പം ഞാനൊരു കാർ എടുക്കും, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു കിഡ് വാങ്ങാൻ വന്നു, പേയ്മെന്റിൽ ഞാനത് വാങ്ങി, അത് ഈ വാറണ്ടി അടക്കമുള്ള പേയ്മെന്റ് ആണോ നിങ്ങൾ ഈ സെയിൽ പ്രൈസ് പറയുന്നത്? വണ്ടികൾക്ക് വിൽക്കുന്നത് അത് വാറണ്ടി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പം ഈ വണ്ടിക്ക് ഇപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷമാണ് പറയുന്നതെങ്കിൽ അത് വണ്ടിയുടെ റേറ്റ് വന്നിട്ട് 3,65,000 രൂപ വണ്ടിക്ക്, 3,65,000 രൂപ ചോദിക്കുന്ന വണ്ടിക്ക് നമ്മളത് വാറണ്ടി അടക്കമുള്ള പ്രൈസ് തന്നെയാണ് വണ്ടിക്ക്. 3,60,000 എന്ന് പറഞ്ഞാൽ ഈ വാറണ്ടിയും 1 ഇയർ ഈ റോഡ് സൈഡ് അസിസ്റ്റൻസും. ഈ വണ്ടി ആകുമ്പോൾ നമുക്ക് 2 ഇയർ വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്. 2 ഇയർ വാറണ്ടി. ഓക്കെ, അപ്പോൾ 2 ഇയർ വാറണ്ടി എന്ന് പറയുമ്പോൾ 2 വർഷവും റോഡ് സൈഡ് അസിസ്റ്റൻസ്, 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസും 2 ഇയർ വാറണ്ടി. ഓക്കെ, അത് ഞാനൊന്ന് ക്ലിയർ ചെയ്താണ്, എനിക്കൊരു ക്ലിയർ ആകാൻ വേണ്ടി. അതെ, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എല്ലാ വാഹനങ്ങൾക്കും, അതായത് കാർ ആൻഡ് ബൈക്ക് സെല്ല് ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇത് ബാധകമാണോ, അതോ ഇയർ അനുസരിച്ച് വ്യത്യാസമുണ്ടോ? വാറണ്ടിയുടെ പ്രോഡക്റ്റ് 10 വർഷത്തിനുള്ളിൽ വരെയുള്ള വണ്ടികൾക്കാണ് നമുക്ക് 1 ഇയർ വാറണ്ടി. 7 വർഷത്തിന് എന്ന് പറഞ്ഞാൽ 7 മുതൽ 10 വർഷത്തിന് വരുന്ന ആ ഒരു
ടൈം പീരീഡിലുള്ള വണ്ടികൾക്ക് 1 ഇയർ വാറണ്ടി, അപ് ടു 7 ഇയേഴ്സ് ഉള്ള വണ്ടികൾക്ക് നമുക്ക് 2 ഇയർ വാറണ്ടി സെല് ചെയ്യുന്നു. ഈ ഇയർ ഓഫ് മാനുഫാക്ചറിങ് ആ രണ്ട് ഓണർഷിപ്പിന് മുകളിൽ പാടില്ല, അതേപോലെ തന്നെ നമുക്ക് വരുന്നത് 1 lakh കിലോമീറ്ററിന് മുകളിലും പാടില്ല. ഇങ്ങനെയാണ് 3 ക്രൈറ്റീരിയയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഏകദേശം എല്ലാം 10 വർഷത്തിൽ താഴെ തന്നെയാണ്. 90% സ്റ്റോക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ വാറണ്ടി തന്നെയാണ്. ബാലൻസ് വണ്ടികൾ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ടും മറ്റുമായിട്ട് വരുന്ന വണ്ടികളാണ്. കാരണം നമ്മൾ ഈ വണ്ടികൾക്ക് എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടികൾ ചിലപ്പോൾ 10 വർഷത്തിന് മുകളിലുള്ള അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യം നിങ്ങൾ കൊടുക്കുന്നുണ്ട്? മാത്രമല്ല വാങ്ങലുണ്ടോ? വാങ്ങലുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും നമ്മൾ ഇവിടെ കേരളത്തിലുള്ള ഡീലർഷിപ്പുകളായിട്ട് നമുക്ക് മഹീന്ദ്രയ്ക്ക് 2 വിങ്ങിലാണ് നമ്മളിപ്പം പർച്ചേസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് CPT ടീമുണ്ട്, സെൻട്രൽ പ്രൊക്യൂർമെന്റ് ടീം എന്ന് പറയുന്നു, പിന്നെ ഹോം ഇൻസ്പെക്ഷൻ. അങ്ങനെ 2 ടീം ഇപ്പം നമുക്ക് കേരളത്തിലുണ്ട്. ഈ 2 ടീമാണ് നമ്മുടെ മെജോറിറ്റി ഓഫ് സ്റ്റോക്കുകൾ നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഹീന്ദ്രയുടെ CPT ടീം എന്ന് പറയുന്നത് ന്യൂ കാറിന്റെ ഡീലർഷിപ്പുകളായിട്ട് ടൈപ്പ് ആണ്. അവിടെ വരുന്ന എക്സ്ചേഞ്ച് വണ്ടികളെല്ലാം നമ്മുടെ ക്വാളിറ്റി ഉള്ള, ഈ മഹീന്ദ്രയിൽ കറന്റ് ബൈക്കിൽ വരുന്ന വണ്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്ത് അത് റീഫർബിഷ് ചെയ്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹീന്ദ്രന്റെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് മിനിമം ഇവരെന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മിനിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്യാം. കാരണം അതിന് മഹീന്ദ്ര ഓൾറെഡി അതിന്റെ ഒരു സർട്ടിഫൈഡ് എഞ്ചിനീയറോടെ വന്ന് ആ വണ്ടി നമ്മുടെ റീഫർബിഷ്മെന്റ് കഴിഞ്ഞ വണ്ടി വാലുവേറ്റ് ചെയ്ത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിൽ സർവീസിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ വണ്ടി വാറണ്ടിയിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെടും. പിന്നെ നമുക്ക് വാറണ്ടി ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ശ്രദ്ധിച്ചേ, ഇന്ത്യാസ് ലാർജസ്റ്റ് ഓട്ടോ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ശരിക്കും ഇത് എവിടേക്കാണ് ഇതിന്റെ ഡീലർഷിപ്പ്? ഇപ്പോൾ നമുക്ക് പ്രസന്റ്ലി നമുക്ക് 7 ഡീലർഷിപ്പുകളാണ് കാർ ആൻഡ് ബൈക്കിന്റെ. ഇതിൽ 7 ഡീലർഷിപ്പുകൾ ഓൾ ഇന്ത്യയിൽ ഓൾറെഡി ഫംഗ്ഷനിലുണ്ട്. ഇനി ഒരു 3-4 ഡീലർഷിപ്പുകളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കമ്മിങ് മന്തുകളിൽ നമ്മൾ ഇനാഗ്രേഷനിലേക്ക് പൈപ്പ് ലൈനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർ ആൻഡ് ബൈക്കിന്റെ ഡീലർഷിപ്പ് ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് കോഴിക്കോടാണ്. കേരളത്തിൽ പിന്നെ കൊച്ചിയിലുണ്ട്. 2 സ്റ്റോറാണുള്ളത്. അടുത്തുള്ളത് കൊച്ചിയിലുമാണുള്ളത്. ഇനി എന്തെങ്കിലും യുണീക്നെസ് കാർ ആൻഡ് ബൈക്കിന് ഈ ഒരു മേഖലയിൽ പറയാം? കാർ ആൻഡ് ബൈക്കിന് യുണീക്സ് എന്ന് പറയാനുള്ളത്, കാർ ആൻഡ് ബൈക്കിന്റെ വണ്ടികൾ കസ്റ്റമർക്ക് വേൾഡിൽ എവിടെ ഇരുന്ന് വേണേലും നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ www.carandbike.com കാണാൻ പറ്റുന്നതാണ്. വെബ്സൈറ്റിൽ നമുക്ക് നോക്കാം. അതിൽ കസ്റ്റമർക്ക് ഈ വണ്ടിയുടെ സർട്ടിഫൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇവാലുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ എന്തൊക്കെയാണ്, വണ്ടിയിലുള്ള ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊരു എല്ലാ കാര്യങ്ങളും ഇവാലുവേഷൻ റിപ്പോർട്ട് ഉണ്ട്. ഉള്ളതുപോലെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ കസ്റ്റമർക്ക് കണ്ട ആ ഇവാലുവേഷൻ എന്താണ്, ആ വണ്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് കസ്റ്റമർക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വന്ന് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വണ്ടി ഇവിടെ ഉണ്ട്, ഈ വീഡിയോ വരുമ്പോൾ ഒരു പക്ഷേ ഇത് സെയിലായി പോയിട്ടുണ്ടായിരിക്കാം ഉദാഹരണത്തിന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വെബ്സൈറ്റിൽ നോക്കിയിട്ട് ഇപ്പം മലപ്പുറത്തുള്ള ഒരാളാണ്, ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്ക് അത് സെയിലായി പോയി കഴിഞ്ഞാൽ 100% ചാൻസസ് ഉണ്ടാവും. അതിന് കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു ഏത് രീതിയിൽ അത് ബുക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കസ്റ്റമർക്ക് നമ്മുടെ സൈറ്റിൽ കയറി അതിൽ റിസർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. റിസർവ് ചെയ്യാൻ പറ്റും. 999 എന്ന് പറഞ്ഞ എമൗണ്ട് ആണ്. 48 അവേഴ്സിന് ആ വണ്ടി ആ കസ്റ്റമറുടെ പേരിലേക്ക് 1000 രൂപ കൊടുത്ത് 48 മണിക്കൂർ ഡേയ്സിലേക്ക് നമ്മളത് റിസർവ് ചെയ്തു. ആ കസ്റ്റമർക്ക് ഇവിടെ വന്ന് ആ വണ്ടി ഫിസിക്കലി ഡ്രൈവ് ചെയ്യാം. അതേപോലെ തന്നെ കസ്റ്റമർക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമർ ഇപ്പോൾ കുറച്ച് അകലെയാണ്, അപ്പോൾ കസ്റ്റമർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഹോം ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മളിപ്പോൾ കസ്റ്റമർ എവിടെയാണോ സ്ഥലം ഓൺലൈൻ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് പ്രീമിയം ചെയ്യുന്ന പോലെ തന്നെ ബഡ്ജറ്റ് കാറിനെ കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, മഹീന്ദ്ര ഡയറക്റ്റ് ഇൻവോൾവ് ആയതിൻ്റെ എല്ലാ ഏരിയകളിലും ഉള്ള സപ്പോർട്ടുകളും. അല്ല, ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ, ഇപ്പം ബുക്ക് ചെയ്തിട്ട് കസ്റ്റമർ ഇപ്പം ഞാൻ ബുക്ക് ചെയ്തു, ഇവിടെ വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനാണെങ്കിൽ പൈസകൾ തിരിച്ചു തരും? വണ്ടി കസ്റ്റമർ കണ്ടു, കസ്റ്റമർ കണ്ടത് ആകെ ഓൺലൈനിലുള്ളതും ആ ഫോട്ടോസും കാര്യങ്ങളും കണ്ടു, അതിൻ്റെ ഇവാലുവേഷൻ റിപ്പോർട്ട് കണ്ടു. അതിനുശേഷം കസ്റ്റമറോട് നമ്മൾ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കസ്റ്റമർക്ക് ഉണ്ട്. അത് ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കസ്റ്റമർക്ക് ഡയറക്റ്റ് സ്റ്റോറിൽ വരാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കസ്റ്റമറുടെ ആ ഒരു മാച്ച് ചെയ്യുന്നില്ലാത്തൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതില്ലെങ്കിൽ കസ്റ്റമർക്ക് ആ 100% നമ്മൾ റീഫണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇവിടുത്തെ വണ്ടി കണ്ട് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത വണ്ടി കണ്ട സ്വാഭാവികമായിട്ട് അത് ഇഷ്ടപ്പെടും, കാരണം അത്രയും വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വണ്ടികളൊക്കെ ഒന്ന് കണ്ടതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സൂരജ് ബ്രോ ഉണ്ട്. വെൽക്കം ടു അവർ ചാനൽ. കാർ ആൻഡ് ബൈക്കിൻ്റെ കാലിക്കറ്റ് ഷോറൂമിലെ സെയിൽസ് മാനേജറാണ്. അപ്പം സൂരജ് ബ്രോ നമുക്ക് ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികളും നമ്മൾ കാണിക്കുന്നില്ല, എന്നാൽ വളരെ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാവുന്ന തരത്തിൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടിയാഗോയിൽ നിന്ന് ആരംഭിക്കാം അല്ലേ? ശരിക്കും ഇന്ത്യൻ ബ്രാൻഡാണ് ടാറ്റ. ഓക്കെ, ടാറ്റ ടിയാഗോ. ടിയാഗോ ശരിക്കും നല്ല മൂവ്മെന്റ് ഉള്ള ഒരു മോഡലാണോ? ഫാസ്റ്റ് മൂവിംഗ് കാറാണ്. നിർത്താനുള്ള സമയം കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഫാസ്റ്റ് മൂവിംഗ് നമ്മൾ മോഡൽ കൂടിയ വണ്ടികളാണ് കൂടുതലും എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഇത് 2020 മോഡലാണ്. 20 മോഡലാണ്. 26,000 2.0 വന്ന പുതിയ ഡിസൈനും കാര്യങ്ങളും ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. ഓക്കെ,
ഇതിന്റെ പൈസ എത്ര ചോദിക്കണം? ഇതാണ് സമയത്ത് 585. 585. ഓക്കെ. പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ഇപ്പം ഈ ഒരു സെയിൽസ് മാനേജറിന്റെ അല്ലെങ്കിൽ സെയിൽസ് സപ്പോർട്ടൊന്നും ആവശ്യമില്ല, അവർക്ക് തന്നെ വന്ന് അതായത് നമ്മുടെ പ്രൈസിങ് മാത്രമല്ല ഇതിനകത്തുള്ളത്, ഇത് മഹീന്ദ്രന്റെ വാല്യുവേഷൻ ഷീറ്റാ. മഹീന്ദ്ര ചെയ്യുന്ന വാല്യുവേഷൻ ഷീറ്റ്. അതിനകത്ത് ഓവറോൾ ക്വാളിറ്റി, റേറ്റിംഗ്, കാര്യങ്ങൾ, എത്ര വാറന്റി എലിജിബിൾ ആണ്. നമുക്ക് 140 ചെക്ക് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 140+ ചെക്ക് പോയിന്റ്സ് ഉണ്ട് ഒരു വണ്ടിന്റെ വാല്യുവേഷനിൽ. ഒരു വണ്ടി നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പേർട്സിന്റെ വാല്യുവേഷൻ ചെയ്യും. അതിനുശേഷമാണ് വാറന്റി എലിജിബിലിറ്റി കൊടുക്കുന്നത്. 2 വർഷം 25,000 കിലോമീറ്റർ നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ അത്രയും നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി വെഹിക്കിൾസിന് ഈ വാറന്റി കൊടുക്കാൻ പറ്റും. ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഉള്ള വണ്ടികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ വണ്ടി എത്രമാത്രം റേറ്റഡ് ആണല്ലേ. 8.1 ഔട്ട് ഓഫ് 10 അല്ലേ? ഔട്ട് ഓഫ് 10 ഓവറോൾ റേറ്റിംഗ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് 2 വർഷത്തെ വാറന്റി ഉണ്ട്. 2 വർഷം 25,000 കിലോമീറ്റർ, 5,50,000 കൊടുത്തു കഴിഞ്ഞാൽ യൂസ്ഡ് കാറിൽ ഏറ്റവും ബെസ്റ്റ് വാറന്റി പാക്കേജ് അങ്ങനെ തന്നെ പറയാം. യൂസ്ഡ് കാറിൽ അങ്ങനെ വാറന്റി പാക്കേജ് ഒക്കെ കുറവാണല്ലോ. കുറവാണ്. അപ്പോൾ അതാണ് ടാറ്റ ടിയാഗോ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു വണ്ടി. ഇനി കിയ സോനറ്റ് അല്ലേ, കുറച്ചുകൂടി ഒരു അപ്പർ സെഗ്മെന്റ്. അതെ, ഒരു പ്രീമിയം. ഓക്കെ. സ്റ്റാർ റേറ്റിംഗ് കൊടുത്തുള്ള 8 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് GT ലൈനാണ്. സോണറ്റിന്റെ GT X+ 1 ലിറ്റർ IMT, അതായത് ക്ലച്ച് ഉണ്ടാവില്ല, IMT ആയിട്ട് വരുന്ന വണ്ടിയാണ്. ഇത് ഷോറൂമിൽ ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ആണ്, എസ്പെഷ്യലി ഫോർ ബ്ലാക്ക് കാർ. കിട്ടാത്ത വണ്ടിയാണ്. ഫാസ്റ്റ് മൂവിംഗ് കാറാണ്. 2020 മോഡലാണിത്. കിലോമീറ്റർ വരുന്നത് 30,000 കിലോമീറ്റർ ഓടി. 30,000 കിലോമീറ്റർ ഓടി. ഞാനതപ്പോൾ നോക്കിയോണ്ട് എത്ര കിലോമീറ്റർ ഓടിയത്. കൊള്ളാം. 2 വർഷം വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 വർഷത്തെ വാറന്റി. കമ്പനി വാറന്റി ഓൾറെഡി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നിർത്തിയിട്ട വണ്ടികളൊക്കെ ഏകദേശം വാറന്റി എലിജിബിൾ ആയിട്ടുള്ള മോഡൽ. വാറന്റി എലിജിബിൾ ആയിട്ടുള്ള വണ്ടികൾ തന്നെ നമുക്ക്. സെൽട്ടോസ് ഉണ്ട്. ന്യൂ മോഡൽ സെൽട്ടോസ് ആണ്. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ, ഇത് ഞാൻ പറഞ്ഞില്ലേ ഫാസ്റ്റ് മൂവിംഗ് ആ ചില വണ്ടികൾ. ഇത് ഇന്നലെ മെനിഞ്ഞാന്ന് വന്ന് ഇന്നലെ ബുക്കിംഗ് ആയ വണ്ടിയാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ഡെലിവറീസ് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വാക്കിങ്സിലെ ഒരുപാട് ആൾക്കാർ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗ്ലാൻസ നമ്മളെ ബലീനയുടെ സിബ്ലിംഗ് അല്ലേ. ഇത് എത്ര ചോദിക്കുന്നത്? 2020 വണ്ടി. 2020 ആണ് ഫുൾ ഓപ്ഷൻ. ഓക്കെ. 15 വരുന്നുള്ളൂ. 15. കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മള് ബ്രസ, ഇത് പോപ്പുലർ മോഡൽ ബ്രസ ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ശരിക്കും ഇപ്പം മാരുതിന്റെ ഡീസൽ വണ്ടികളൊക്കെ സെക്കൻഡ് മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ് ആണ്. ഇപ്പോൾ ഫ്രഷ് ഇറങ്ങുന്നില്ലല്ലോ ഇല്ല ഡീസൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കുന്നത് വെച്ചാൽ 1075 53 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർ. പിന്നെ ഇനി വീണ്ടും ഒരു ബ്രസ അല്ലേ. ശരിക്കും ബ്രസ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആണ്. ഡീസൽ വെഹിക്കിൾ ലോ കിലോമീറ്റർ, അതായത് ഇത് 2016 ആണ്. 62,000 കിലോമീറ്റർ ഓടി. 2016 എടുത്തിട്ട് 62,000 കിലോമീറ്റർ ഓടി. അപ്പോൾ അത്യാവശ്യം കുറഞ്ഞ ഓടിയ ഒരു വണ്ടിയാണ്. ഇത് ചോദിക്കുന്നത് എത്ര? 7,25,000 നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ. 7.9 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഫെയർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിന് ഇന്റീരിയറിന് ക്വാളിറ്റി ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റേറ്റിംഗ് ഉണ്ടാവും. 140 പോയിന്റുകൾ ചെക്ക് ചെയ്തതിൽ നിന്നുള്ള ഒരു ക്വാളിറ്റി റേറ്റിംഗ്. പിന്നെ ഈ ലൈനിൽ അധികം SUVs ആണല്ലേ. ഫുൾ SUVs. നെക്സോൺസ് എടുക്കുന്നുണ്ട്. നെക്സോൺ 2 ഒരു 5 വണ്ടി നെക്സോൺ ഉണ്ട്. അതിൽ ഡീസൽ 3 ഉണ്ട്, 2 പെട്രോൾ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു വാഹനങ്ങളൊക്കെ കാണുന്ന സമയത്ത് എല്ലാത്തിനും ഒരു മിനിമം ക്വാളിറ്റി ഒരു ഫീൽ നമുക്ക് ഇപ്പം ഇത്രയാണ് ശരിക്കും ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു 10-40 വണ്ടി ഉണ്ടാവില്ലേ? 40 മുകളിൽ ഈ ഒരു സൈഡ് മാത്രമുണ്ട്. ഇനി ബാക്കിലാണ് യാർഡ്. കിഡ് ഇവിടെ അത്യാവശ്യം നല്ല സെയിൽ ചെയ്യുന്നുണ്ടല്ലേ. 12-13 വണ്ടി കിഡ് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ഒരു കിഡ് ഇട്ടപ്പോ കിഡിന് വലിയൊരു ഡെയിലി വൈസ് ആളുകൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ വരുന്ന പോലെ കിഡ് വാങ്ങാൻ. അത് എനിക്ക് തോന്നുന്നു കിഡിന് വലിയൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ കുറഞ്ഞ ബഡ്ജറ്റ് റേഷ്യോ നല്ല വണ്ടിയാണ്. 1 ലിറ്റർ എഞ്ചിനാണ്. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല കമാൻഡിങ് പൊസിഷനാണ്. അപ്പം ഇരുന്ന് ഓടിക്കുന്ന കാര്യത്തിലൊക്കെ ലേഡീസ് ആണ് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓ, അങ്ങനെ ഉണ്ടോ? പിന്നെ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്. രസകരമായിട്ടുള്ള ആ ഒരു ബ്ലൂ നല്ല രസമാണ്. ഇതാണ് ശരിക്കും നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ എല്ലാം ഉണ്ടല്ലേ. ഫോർഡ് കാണാം, ഹോണ്ട ഉണ്ട്, ഹ്യൂണ്ടായി ഉണ്ട്, നോർമൽ ഗ്രാൻഡ് ഐട്ടൺ. ശരിക്കും ഗ്രാൻഡ് ഐട്ടണും നല്ലൊരു വണ്ടിയല്ലേ. ഗ്രാൻഡ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള. ഇപ്പൊ ശരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ പറയും. ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വണ്ടികളാണ്. മീൻസ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വെഹിക്കിൾസ്. ഒന്ന് ടിയാഗോ, ഒന്ന് ഗ്രാൻഡ് ഐട്ടൺ, പിന്നെ നമ്മളെ സ്വന്തം കിഡ്. നമ്മളെ സ്വന്തം കിഡ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സെയിലുണ്ട്. പിന്നെ ഇത് നിസാന്റെ മൈക്ര തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറായിരിക്കും. ഏറ്റവും കൂടുതൽ അന്വേഷിച്ചെടുക്കുന്ന കളറാണ് നൈറ്റ് ഷെയ്ഡ്. ബ്ലാക്ക് തന്നെ പറയാം. നൈറ്റ് ഷെയ്ഡ് അല്ലേ. 4,30,000. 4,30,000. ഇതൊക്കെ വാറന്റി ഉള്ള മോഡലാണ്. ഇതിന് 1 ഇയർ വാറന്റി ഉണ്ടാവും. 1 ഇയർ വാറന്റി. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിൽ തന്നെ ഏറ്റവും ഇപ്പം മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും അത്യാവശ്യം നല്ലൊരു ഗിയർ ബോക്സ് ആണ്. പെട്രോൾ ആണ്. 7.4 ആണ് റേറ്റിംഗ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2014 മോഡൽ. എന്നിരുന്നാലും 7.4 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത്രയും ക്വാളിറ്റി വെഹിക്കിൾ. നല്ല ക്വാളിറ്റി. നമ്മളിപ്പോൾ കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടികൾ എടുത്താൽ കൂടെ അത് ക്വാളിറ്റി നല്ല ക്വാളിറ്റി
ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെടുത്ത് എടുക്കുന്ന വണ്ടികൾക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാറണ്ടി ഉണ്ട്, പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു പ്രീമിയം കാർ അല്ലെങ്കിൽ മറ്റൊരു വണ്ടി പുതുതായിട്ട് ഡീലർഷിപ്പ് നിന്ന് എടുക്കുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് പർച്ചേസ്. അപ്പോൾ ഇതിന് മാത്രമല്ല 7 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ റിട്ടേൺ പോളിസി 2 years വാറണ്ടി ഉള്ള വണ്ടികൾ നമ്മൾ റിട്ടേൺ പോളിസി ഉണ്ട്. വേഗം ഇവിടെ കൊടുത്തിട്ട് അടുത്ത വണ്ടി എടുത്ത് പോവാം. മാക്സിമം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും ഇപ്പം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് അറൗണ്ട് ഏപ്രിലൊക്കെയാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഏകദേശം എന്തായാലും ഒരു 100-ലധികം വണ്ടികൾ വിറ്റുണ്ടാവില്ലേ? 100 300 above ഉണ്ടാവും. 300 above വിറ്റുണ്ട്. അതിൽ നിന്ന് വരെ ഒരു റിട്ടേൺ പോളിസിയോ അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ നിലവിൽ വന്നതായിട്ടില്ല. ഇല്ല, റിപ്പോർട്ട് ആയാലും ഇനിയും 1-2 വന്നു കഴിഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ്. ബൾക്ക് സെയിൽ അല്ലേ? മാത്രമല്ല ഇതൊക്കെ നെറ്റിലും വോൾട്ടിലും ഓടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് ബാക്ക് യാർഡ്. ഇവിടെയും നമുക്ക് സ്വിഫ്റ്റ് കാണാം, ഫോർഡിന്റെ വണ്ടികൾ കാണാം. സ്വിഫ്റ്റ് തന്നെ പഴയ മോഡൽ 2015 മോഡൽ. നമുക്ക് ഡീസലിൽ തന്നെ 2 വണ്ടികളുണ്ട്. അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു 15 ഉണ്ട്, ഇതൊരു ഫ്രണ്ടിൽ ഒരു 14, ഇത് 15. ഫോർഡിന്റെ ഡീസൽ എഞ്ചിൻസ് ഉണ്ട്. പിന്നെ നമ്മളെ ബിഗ് ബോയ് വാഗണാർ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഓൾട്ടോ 800, പിന്നെ ചെറിയ ചെറിയ ബഡ്ജറ്റിൽ മോഡൽ കൂടിയ വണ്ടികൾ. പഴയ ഓൾട്ടോ 800 ഇപ്പോഴും ഡിമാൻഡ് ആട്ടോ. ആ ബോഡി സ്റ്റൈൽ. പിന്നെ ഡാറ്റ്സന്റെ റെഡിഗോ, റെഡിഗോ ചെറിയ ബഡ്ജറ്റ് കിട്ടും. 2.5 lakhsന് 18 മോഡൽ കിട്ടും. 40,000 കിലോമീറ്റർ. ശരിക്കും ഒരു 2 to 5 lakhsനിടയിൽ നമുക്ക് നല്ല വണ്ടികൾ, വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പം ശരിക്കും ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് 5 ലക്ഷത്തിന് താഴെ നല്ലൊരു വണ്ടി സജസ്റ്റ് ചെയ്യാവോ എന്നുള്ളത്. ശരിക്കും അങ്ങനെ നമുക്കൊരു വണ്ടീനെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് അതിൻ്റെ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ഹാൻഡ് ആവുന്ന സമയത്ത് അതിൻ്റെ കണ്ടീഷൻ അല്ലേ, അത് എത്ര കിലോമീറ്റർ ഓടി, എത്രമാത്രം എഞ്ചിൻ ഇതാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയെടുക്കണം. അപ്പോൾ ഇവരുടെ അടുത്ത് വരുന്ന സമയത്ത് ഇവരെന്നെ എല്ലാം ഡിസ്പ്ലേ. അതിനാണ് നമ്മൾ ആ ഒരു സർട്ടിഫിക്കേഷൻ, അതായത് മീൻസ് നമ്മളെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വണ്ടി പർച്ചേസിങ് ഞങ്ങൾക്ക് ഒരു വേറെ തന്നെ ഡിവിഷൻ ഉണ്ട്. പർച്ചേസിംഗ് ഡിവിഷനിൽ തന്നെ 140+ ചെക്ക് പോയിന്റ്സ്. അത് നമ്മളെ എക്സ്പേർട്സ് മാത്രം. എൻ്റെ അടുത്തൊരു വണ്ടി ഉണ്ട്, നിങ്ങൾക്ക് വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ചെക്ക് പോയിന്റ്സ് കവർ ചെയ്തതിന് ശേഷം വണ്ടി ഇവിടെ സ്റ്റോറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ചെക്ക് പോയിന്റ്സിന്റെ കറക്റ്റ് വാല്യൂഷൻ ഷീറ്റ് മഹീന്ദ്ര അപ്രൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഫ്ലഡഡ് വണ്ടി വിൽക്കില്ലല്ലോ. ഫ്ലഡഡ് വണ്ടികളൊന്നും കിട്ടില്ല. അതായത് വാങ്ങൂല വിൽക്കൂല. ഞാൻ പറഞ്ഞ നമ്മൾ 2 ഡിവിഷൻ ഉണ്ട്. അതായത് ഒന്ന് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ്, അത് നമ്മൾ സർട്ടിഫൈഡ് കാർസാണ് കൂടുതൽ എടുക്കുള്ളൂ. അതല്ലാത്ത പക്ഷം കസ്റ്റമേഴ്സിന് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് പെട്ടുപോയ കസ്റ്റമേഴ്സ് വേറെ വണ്ടിയിൽ വാങ്ങിച്ചിട്ട് വേറെ സ്ഥലത്ത് നിന്ന് വണ്ടി വാങ്ങിച്ചിട്ട് നോൺ സർട്ടിഫൈഡ് കാർസ്, ചിലപ്പോൾ ഫ്ലഡ് കുടുങ്ങി ഉണ്ടാവും, കിലോമീറ്റർ ഡാമ്പറിങ് ഉണ്ടാവും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ള വണ്ടികളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ഇവിടുന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് കസ്റ്റമർ എടുത്ത് എക്സ്ചേഞ്ച് ആണെങ്കിൽ മാത്രം നമ്മൾ അതിന് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ എടുക്കും. നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഓഫ് ലോഡ് കണ്ടീഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഡയറക്റ്റ് പാർട്ടി ഇപ്പോൾ ഒരു കസ്റ്റമർ തന്നെ ആണെങ്കിൽ തന്നെ അവരെടുത്ത് പറഞ്ഞിട്ട് അവർക്ക് അത് കൊടുക്കും. അതിൻ്റെ റിട്ടേൺ പോളിസി വാറണ്ടി ഒന്നുമില്ല. ആസ് ഇറ്റ് ഈസ് കണ്ടീഷനിൽ നമ്മൾ കൊടുത്തു. നമ്മൾ പറയും ഇത് ഫ്ലഡഡ് ആയിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമർക്ക് ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് വണ്ടി വിൽക്കാൻ പറ്റുന്നില്ല, വേറൊരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ കൂടെ അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ള പോലെ പറയും, നേരത്തെ പറഞ്ഞ പോലെ ഉള്ളതുപോലെ നമ്മൾ തുറന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്തത്. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാർ ആൻഡ് ബൈക്ക്. അതായത് ഈ ഷോറൂമാണ് കാലിക്കറ്റ് ബേസ്, കൊച്ചിയിലുണ്ട്. ഓൾ ഇന്ത്യ തലത്തിലും കാർ ആൻഡ് ബൈക്ക് ശരിക്കും മഹീന്ദ്ര നേരിട്ട് നൽകുന്ന അവരുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മഹീന്ദ്ര ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മഹീന്ദ്രനെ പോലത്തെ ഒരു ബ്രാൻഡ് ഇത്തരത്തിലൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഇപ്പം കാർ ആൻഡ് ബൈക്കിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടത് മഹീന്ദ്രയാണ്. കാരണം ആളുകൾ പറയാം മഹീന്ദ്രന്റെ അവരുടെ ഡീലർഷിപ്പ് എന്ന് എടുത്തിട്ട് കാർ ആൻഡ് ബൈക്ക് ഒന്നും അപ്പോൾ പേരിലുണ്ടാവില്ല, പ്രശ്നമായല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മഹീന്ദ്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്ര നേരം നമുക്ക് സംസാരിച്ച സമയത്ത് മനസ്സിലായത്. പിന്നെ വണ്ടികളും നമ്മൾ കണ്ട സമയത്ത് ഇപ്പം ഇൻറ്റീരിയർ കാണുന്ന സമയത്തും എക്സ്റ്റീരിയർ കാണുന്ന സമയത്തും ഒക്കെ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. ഇതാണ് കാർ ആൻഡ് ബൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് താഴെയും അതുപോലെ തന്നെ ഇതിനകത്ത് വെബ്സൈറ്റ് ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും എൻക്വയറീസ് ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങളൊരു ബഡ്ജറ്റ് കാർ എടുക്കുകയാണെങ്കിൽ ഒന്ന് കാർ ആൻഡ് ബൈക്കിൽ വന്നിട്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് നമ്മളെ വെഹിക്കിൾസ് ഓൺലൈനിൽ ഓൺലൈനിൽ നോക്കിയിട്ട് റിസർവേഷൻ ചെയ്ത് ഹോം ഡെലിവറി നമ്മൾ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോം ഡെലിവറി ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. കസ്റ്റമർ വണ്ടി കാണാത്ത സിറ്റുവേഷനിൽ വരെ അതിനാണ് നമ്മളെ വാല്യുവേഷൻ ഷീറ്റ് കണ്ടു വെബ്സൈറ്റിൻ്റെ അകത്ത് കറക്റ്റ് സ്ക്രാച്ചസോ എന്താണ് അതിൻ്റെ അകത്തുള്ള ഡിഫക്റ്റോ കാര്യങ്ങളോ എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള സ്ക്രാച്ച് ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യും, എല്ലാ സംഭവം ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ബഡ്ജറ്റ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും കാർ ആൻഡ് ബൈക്ക് ഷോറൂം അവിടെ നേരിട്ട് ഷോറൂമിൽ വന്നോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് എടുത്തില്ലെങ്കിൽ ഒരു കമ്പാരിസണെങ്കിലും മനസ്സിലാക്കാം അല്ലേ, മാർക്കറ്റ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാർ ആൻഡ് ബൈക്കിന് അടുത്ത് ഓഫർ ഉണ്ടോ, അപ്പോൾ നല്ലത് ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് വാങ്ങുകയും ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നു. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, അതിനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.